ഹലോ ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ മൃദുല സദാനന്ദൻ. എന്തൊക്കെയാ നിങ്ങളുടെ വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? ഞാനിന്ന് നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കുന്നത് ഉണക്ക ചെമ്മീൻ വെച്ചിട്ട് ഒരു അടിപൊളി നാളികേരം അരച്ചിട്ടുള്ള കറിയാണ് വെക്കണത്. പിന്നെ ഉണക്ക ചെമ്മീൻ, പിന്നെ നമുക്ക് ചമ്മന്തി അരയ്ക്കാം, അതേപോലെ വറുത്തരച്ച് വെക്കാം, അങ്ങനെ പല പോലെയും നമുക്ക് വെക്കാൻ പറ്റും. അതിലും വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞാൻ അതിൽ മാങ്ങ ഇട്ടിട്ടാണ് വെക്കണത്. അപ്പൊ ഞാൻ അതിലേക്ക് എന്തൊക്കെ സാധനങ്ങളാണ് എടുക്കണത് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ കറി ഉണ്ടാക്കാനുള്ള സാധനങ്ങള് നമ്മളിവിടെ ഉണക്ക ചെമ്മീൻ വെച്ചിട്ടാണല്ലോ കറി ഉണ്ടാക്കുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ ഉണക്ക ചെമ്മീൻ എന്ന് പറയുന്നത്, കണ്ടില്ലേ? ഇനി ഇത് ഞാൻ നന്നായിട്ടൊന്ന് കഴുകിയിട്ട് വറുത്തിട്ട് ഒന്നും ഇങ്ങോട്ട് ക്രഷ് ചെയ്തെടുക്കാം നമുക്കിട്ട. അങ്ങനെയാണ് ഇപ്പൊ നമ്മൾ ഈ ഉണക്ക ചെമ്മീൻ എടുക്കാൻ പോണത്. അപ്പൊ ഇത്രയും ഞാൻ ചെമ്മീൻ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് അതിലേക്ക് നാളികേരം ചിരകിയത് ഞാനിവിടെ ഒരു മുറി നാളികേരം ചിരകിയത് എടുത്തിട്ടുണ്ട്. ഈ നാളികേരം ചിരകിയതും ചെറിയ ഉള്ളിയും കൂട്ടി നമുക്ക് അരയ്ക്കാനുള്ളതാണ്. ചെറിയ ഉള്ളിയാണ് കൂട്ടി അരയ്ക്കുക. പിന്നെ നമുക്ക് അതിലേക്ക് വേണ്ടത് സവാള വേണം, അതേപോലെ തക്കാളി വേണം, കണ്ടില്ലേ? കുറച്ച് ഇഞ്ചി ഇതേപോലെ ചെറുതാക്കി നുറുക്കി വെച്ചിട്ടുണ്ട്. 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കറിവേപ്പില വേണം. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഞാൻ മാങ്ങ ഇട്ടിട്ടാണ് വെക്കണത് എന്ന് പറഞ്ഞില്ലേ? അപ്പൊ അത് മാങ്ങയൊക്കെ നമ്മുടെ പുളിക്ക് അനുസരിച്ചിട്ട് എടുക്കണം കേട്ടാ. ഞാൻ ഒരു ചെറിയൊരു മാങ്ങ എടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് പുളി എത്രയാ വേണ്ടത് അതിനനുസരിച്ചിട്ട് എടുത്തോളാം. അപ്പൊ പിന്നെ ഈ ചെറിയ ഉള്ളി നമുക്ക് വറവിടാനും കൂടി വേണം കുറച്ചിട്ട. 1-2 ചെറിയ ഉള്ളി വേണ്ട നമുക്കിത് കൂട്ടി അരയ്ക്കാൻ. പിന്നെ ഉപ്പ് വേണം, വെളിച്ചെണ്ണ വേണം, മുളക് പൊടി, മഞ്ഞൾപ്പൊടി. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ കറി ഉണ്ടാക്കാൻ ആവശ്യമുള്ളത്. നമുക്കിനി ആദ്യം തന്നെ ഈ നാളികേരം ഉണ്ടല്ലോ, ഈ നാളികേരം മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ആ നാളികേരവും അതേപോലെ ചെറിയ ഉള്ളി ഉണ്ടല്ലോ, ചെറിയ ഉള്ളി 2 കൂടി എടുത്ത് 3 എടുക്കാം. ഇതും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് ഇങ്ങോട്ട് അരച്ചു കൊണ്ടുവരാം. അത്യാവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് ഇങ്ങോട്ട് അരച്ചു കൊണ്ടുവരാം. ഞാനിത് പണ്ടത്തെ അതേ സ്റ്റൈലിലാണ് ഉണ്ടാക്കണത് കേട്ടാ. അമ്മയൊക്കെ ഉണ്ടാക്കിയിട്ട് കണ്ടിട്ടുള്ള അതേ ഒരു ഇത് വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കണത്. അപ്പൊ അതിലേക്ക് ഇപ്പൊ നമുക്ക് വേണ്ടത് എന്താന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇത്രയും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ മുളക് പൊടിയൊക്കെ നമ്മളുടെ ആവശ്യത്തിനനുസരിച്ച് എടുത്തോളാം കേട്ടാ. ഞാനിവിടെ ഇത്രയും മുളക് പൊടി എടുത്തിട്ടുണ്ട്. മുളകിന്റെ ആ എരിവിനും കൂടി അനുസരിച്ചിട്ട് വേണം കേട്ടോ എടുക്കാൻ. അപ്പൊ മുളക് പൊടി ഇട്ടു, മഞ്ഞൾപ്പൊടി ഇട്ടു. ഇനി നമുക്ക് സവാള നമ്മൾ നുറുക്കി വെച്ചിട്ടില്ലേ, അത് അങ്ങോട്ട് ഇട്ട് കൊടുത്തു. പിന്നെ അതേപോലെ തക്കാളി ഇട്ട് കൊടുത്തു. പിന്നെ നമ്മുടെ മാങ്ങ നമ്മൾ ചെറുതാക്കി നുറുക്കി വെച്ചിട്ടില്ലേ, മാങ്ങ അങ്ങോട്ട് ഇട്ട് കൊടുത്തു. മാങ്ങ അത്ര മതി. പിന്നെ ചെറിയൊരു മാങ്ങ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. പുളിയൊക്കെ നിങ്ങളുടെ കണക്കിനനുസരിച്ച് എടുത്തോളാം. അപ്പൊ മാങ്ങ ഇട്ടു ഇനി അതിനാവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തു. ഇനി നമുക്ക് എന്താ കണ്ടില്ലേ, പച്ചമുളക് ഇട്ട് കൊടുത്തു, ഇഞ്ചി ഇട്ട് കൊടുത്തു. ഇപ്പൊ നമ്മള് എന്താ പറയാ, ഈ വറവിടാനുള്ള ഉള്ളി മാത്രമേ ഇനിയിപ്പോ അവിടെ ബാക്കിയിരിക്കുന്നുള്ളൂ. അപ്പൊ എല്ലാതും നമ്മളിതിൽ ഇട്ട് കൊടുത്തുട്ടാ. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കാം. ഇപ്പൊ നമ്മൾ പുളി പിഴിയണം എന്നുണ്ടെങ്കിൽ ഈ വെള്ളം നമ്മൾ പുളിവെള്ളം ആക്കിയിട്ട് കലക്കിയിട്ട് ഒഴിച്ചാൽ മതി. ഇതിപ്പോ നമ്മൾ പുളിയല്ലല്ലോ എടുക്കണത്, മാങ്ങയല്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഈ വെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇത്രയും വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇങ്ങോട്ട് വേവിച്ചിട്ട് അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് കത്തിച്ചിട്ട് ഇതിന് വേവിക്കാം. ഞാനിവിടെ ഗ്യാസ് കത്തിച്ച് ആ ചട്ടി ഞാൻ പിന്നെ എന്താ പറയുക ഇവിടെ ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. ഇനി ഇത് നന്നായി തിളച്ചിട്ട് ഇതെല്ലാം കൂടി ഒന്ന് വെന്ത് വരട്ടെ. അപ്പൊ നമുക്കിത് അടച്ചു വെക്കാം. നമുക്കിനി ഇതൊന്ന് തുറന്നു നോക്കുക. ഒന്നും കൂടി ആയിക്കോട്ടെ, അങ്ങനെ വെന്ത് ഇങ്ങോട്ട് വരുന്നേ ഉള്ളൂ. ഇനി നമ്മളിവിടെ പൊടിച്ച് വെച്ചിട്ടില്ലേ ചെമ്മീൻ പൊടി, കഴുകി വറുത്ത് പൊടിച്ച് വെച്ചതാണ്. ഞാൻ ഇതേപോലെയാണ് ഞാൻ പൊടിച്ചെടുത്തിരിക്കുന്നത്, കണ്ടില്ലേ?
ഇനി നമുക്ക് ഇത് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അതും അങ്ങോട്ട് ഇട്ട് കൊടുത്തു. ഇനി ഇതെല്ലാം കൂടി കിടന്നിട്ട് ഒന്ന് അങ്ങോട്ട് വേവട്ടെ. ഒന്നും കൂടി അടച്ചു വെച്ചോളൂ. കണ്ടില്ലേ, നമ്മുടെ കറി നന്നായി തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്കൊന്നും കൂടി ഇങ്ങോട്ട് ആയാൽ നാളികേരം പാർന്നു കൊടുക്കാം. നമുക്കിനി ഈ നാളികേരം നമ്മൾ അരച്ച് വെച്ചിട്ടില്ല, അത് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. അതങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്ക് ഒന്നൊരു ചെറു തള വന്നാൽ മതിട്ടാ. ചെറുതള വന്നാൽ നമുക്കിത് ഇങ്ങോട്ട് വാങ്ങി വയ്ക്കാം. അപ്പോഴേക്കും കറിവേപ്പിൻ്റെ ഇലയും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. നമുക്ക് കറിവേപ്പില അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇത് നമ്മുടെ വീട്ടിലുണ്ടായ കറിവേപ്പിൻ്റെ ഇല തന്നെയാണ് കേട്ടാ. നന്നായി കഴുകി വെച്ചതാണ് ഞാൻ. കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തു. ഇനി നമുക്കിത് ഇങ്ങോട്ട് വാങ്ങാം. എന്നിട്ട് നന്നായിട്ട് ചെറിയ ഉള്ളി വറവിടുക. ഞാനിവിടെ ഗ്യാസ് കത്തിച്ചിട്ട് ഒരു ഇരുമ്പ് ചീനച്ചട്ടി ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ നന്നായി ചൂടായിട്ട് വരുന്നുണ്ട്. അതിലേക്ക് നമ്മൾ ഈ ചെറിയ ഉള്ളി ഇതേപോലെ അങ്ങനെ ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഉള്ളി ഒന്നും ഇങ്ങോട്ട് മൂത്ത് വരട്ടെ. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് കറിവേപ്പിൻ്റെ ഇലയും ഒരു തണ്ടിടാം. നന്നായിട്ട് വളർന്നു വരട്ടെ. ഇതേപോലെ ആയാൽ മതി. ഇനി നമുക്കിത് ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഉണക്കച്ചെമ്മീൻ വെച്ചിട്ടുള്ള കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നാളികേര അരച്ച കറി കേട്ടോ. ഇനി ഞാനിത് വേറെ തരത്തിലൊക്കെ ഞാനിനി ഉണ്ടാക്കി കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. ഇത് നമുക്ക് ചോറിൻ്റെ ഒപ്പം എല്ലാറ്റിൻ്റെ ഒപ്പം നമുക്ക് കൂട്ടി കഴിക്കാം കേട്ടോ. പിന്നെ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. അപ്പോൾ നമുക്ക് എന്നാലും ഇനി അടുത്ത വീഡിയോയിൽ കാണാം.